ഒരു പുതിയ വ്യക്തിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ വ്യക്തിനെ എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യാം, ഒരു നല്ല ഒരു ബിസിനസ് കാരിയായി അല്ലെങ്കിൽ ബിസിനസ്സുകാരനായി നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നുള്ളത്. ക്വിക്ക് പ്ലാൻ പ്രസന്റേഷൻ, അതായത് എന്താണ്, ഒരു വ്യക്തി നമ്മൾ അണ്ടറിൽ വന്നു എന്ന് വെച്ചാൽ അല്ലെ, നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആ വ്യക്തിനെ പ്ലാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം, നമ്മുടെ കമ്പനിയുടെ പ്ലാൻ പഠിച്ചാൽ തന്നെ 50% ഓക്കെ ആയി അല്ലെ. പ്ലാൻ അറിഞ്ഞില്ലെങ്കിലോ എന്തായി, നമുക്കൊന്നും അറിയാത്ത സീറോ ആണ് അല്ലെ. പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടറിൽ വന്ന വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ക്വിക്ക് പ്ലാൻ പ്രസന്റേഷൻ പെട്ടെന്ന് തന്നെ അവരെ പഠിപ്പിക്കുക എന്നാണ് പറയുന്നുള്ളത്. പിന്നെ ഗീവ് ഫുൾ ക്രെഡിറ്റ് ടു സെയിൽസ് റെപ്രസെന്റേറ്റീവ്, അതായത് സെയിൽസ് റെപ്രസെന്റേറ്റീവ് നമുക്കറിയാം, പുതുതായി വന്ന വ്യക്തി ഒരു 7am സംസാരിച്ചാലും അല്ലെങ്കിൽ എന്താണ് ചീഫായിട്ട് വന്നാലും പ്ലാൻ പ്രസന്റേഷൻ ചെയ്താലും എന്ത് ചെയ്യുക, അവരെ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെ, ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവാം, നമ്മൾ എന്ത് ചെയ്യുക, അവരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന ഒരു വ്യക്തിക്ക് എല്ലാം അറിയണമെന്നില്ല അല്ലെ, പേടിച്ചു കൊണ്ടായിരിക്കാം സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരെ എന്താണ് നല്ല രീതിയിൽ തന്നെ അഭിനന്ദിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഡിസ്കസ് ദ ഫ്യൂച്ചർ പ്ലാൻ. ഇപ്പൊ ഒരു വ്യക്തി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ സ്നേഹത്തോടെ അടുത്തിരുത്തി അല്ലെ, നമുക്കറിയാം ഒരു ജോയിനിങ് വരണമെങ്കിൽ എത്ര കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് അറിയാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് സ്നേഹത്തോടെ ഇരുത്തി എന്ത് ചെയ്യുക, അവരുടെ ഫ്യൂച്ചർ പ്ലാനിനെ പറ്റിയിട്ട് അല്ലെ, എന്താണ് നിനക്ക് ഈ ഫിജിക്കാട്ടിൽ വന്നതിന് ശേഷം നിന്റെ ആഗ്രഹങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കുക. അപ്പൊ ചിലപ്പോൾ പറയും അല്ലെ, ഒരുപാട് കടങ്ങളുണ്ട്, അത് തീർക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡയറിയിൽ അവരോട് എഴുതാൻ പറയുക. രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിക്കുക. അപ്പൊ അവര് പറയുമായിരിക്കും, എനിക്കൊരു വീട് വേണം. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യുക, അവനെ കൊണ്ട് എഴുതിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം ചോദിക്കുക. അപ്പൊ അവര് പറയും, ഒരു വാഹനം അല്ലെ, എനിക്കൊരു കാറ് വേണം അല്ലെങ്കിൽ 2 വീലർ വേണം എന്നൊക്കെ അവർ നമ്മളോട് പറയുമായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവരുമായി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഡിസ്കസ് ദ ഫ്യൂച്ചർ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മീറ്റ് പാർട്ട്ണർ വൺസ് എ വീക്ക് അല്ലെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അണ്ടറിൽ വന്ന വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യുക, കാണണം അല്ലെ, കണ്ടുമുട്ടണം എന്നാണ് പറയുന്നുള്ളത്. ഇപ്പോൾ ഞാൻ കാസർഗോഡുകാരിയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തിരുവനന്തപുരത്തുള്ള എൻ്റെ പാർട്ട്ണറെ ഞാൻ ഇപ്പോൾ അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എനിക്ക് കണ്ടുമുട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക, നമുക്കറിയാം അല്ലെ, ഫോണിലൂടെ വീഡിയോ കോളിലൂടെ സംസാരിക്കാം. അവരെ ഫ്യൂച്ചർ പ്ലാൻ നമുക്ക് ആടെ എന്ത് ചെയ്യുക, അവരോട് ചോദിക്കുക അല്ലെ. അങ്ങനെ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നല്ലൊരു അല്ലെ എന്താണ് ബന്ധം അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെ പാർട്ട്ണറെ നമ്മൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നോ എക്സ്ക്യൂസ് അല്ലെ, നമുക്കറിയാം 7am സംസാരിക്കണം, നോ എനിക്ക് ജോലിക്ക് പോകണം അല്ലെ, അങ്ങനെ ഇന്ന് പ്ലാൻ കൊടുക്കാൻ പോവാൻ പറ്റൂല, എനിക്ക് കുട്ടിക്ക് സുഖമില്ല, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ അതൊന്നും പറയാതെ എന്താ ചെയ്യണം, നമ്മൾ മുമ്പിലോട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്കസ് ദ നെക്സ്റ്റ് റാങ്ക് വിതിൻ 50 days അല്ലെ. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് വന്നു, പ്ലാൻ പ്രസന്റേഷൻ പഠിച്ചു അല്ലെ, അതൊക്കെ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ നെക്സ്റ്റ് റാങ്ക് അല്ലെ, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് എപ്പോൾ ആവും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ചോദിച്ച് എഴുതി വെക്കണം എന്നുള്ളതാണ് അല്ലെ. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പുതുതായി വന്ന വ്യക്തിക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. സപ്പോർട്ടിംഗ് ടൂൾസ് അല്ലെ, എന്താണ്, പ്രോപ്പർ ഡ്രസ് കോഡ്. നമുക്ക് എല്ലാവർക്കും എല്ലാ സീരീസിലും 7am ഒക്കെ പറയുന്ന ഈ കാര്യം തന്നെയാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലെ. പ്രോപ്പർ ഡ്രസ് കോഡ്. നമ്മളറിയാം, ഈ ഫിജിക്കാർട്ടിന്റെ ബിസിനസ് കോടികളുടെ കണക്കാണ് നമ്മൾ പറയുന്നുള്ളത് അല്ലെ. അപ്പോൾ ഒരു അടുത്ത വീട്ടിലേക്ക് പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ പോലും മാക്സി ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാതെ നല്ല ഡ്രസ് കോഡ് അല്ല, ഒരു ബിസിനസിന്റെ ഡ്രസ് കോഡ് നമുക്കറിയാം അല്ലെ, ആ രീതിയിൽ നല്ല ഡ്രസ് കോഡ് ഇട്ടിട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ റെസ്പെക്റ്റീവായ പ്ലാൻ ബുക്ക് അല്ലെ, നമ്മൾ റെസ്പെക്ട് ചെയ്യണം നമ്മളെ പ്ലാൻ ബുക്കിനെ. കാരണം എന്താണ്, നമ്മുടെ സബിത മാം അല്ലെ മിനിയാന്ന് എന്ത് ചെയ്തു, ഒരു കോടി വാങ്ങി അല്ലെ, ഈ ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞതുകൊണ്ടാണ് അവർക്ക് ആ കോടികൾ സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലെ. അപ്പോൾ നമ്മുടെ ഡോക്ടർ നമുക്കറിയാം അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ സ്റ്റെതസ്കോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനവര് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഒരു ടീച്ചറിന്റെ ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്
അല്ലെ? അതിനിങ്ങനെ ആരും കാണാതെ മടക്കി വെച്ച് ഇങ്ങനെ മുമ്പിലോട്ട് പോകുന്നുണ്ടോ അവര്? ഇല്ല. അല്ലെ? പിന്നെ നമ്മൾ മാത്രം എന്തിനാണ് നമ്മള് പ്ലാൻ ചിലവര് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ? അതിനെ മടക്കി പിടിച്ച് ആരും കാണാതെ ബാഗിൽ വെച്ച് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടൊക്കെ പ്ലാൻ കൊടുക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ പ്ലാൻ ബുക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരുപാട് വാല്യൂ ഉള്ള ഒരു എന്താണ് ഒരു ബുക്കാണ് നമ്മുടെ പ്ലാൻ ബുക്ക് എന്ന് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഐഡി കാർഡ് അല്ലെ? ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എന്താണ് ബസ്സിലൊക്കെ പോകുമ്പോൾ ഇത് നല്ല അഭിമാനത്തോടെ അവരെന്ത് ചെയ്യുന്നുണ്ട്? കഴുത്തിലിട്ട് പോകുന്നത് നമ്മൾ കാണാം. പക്ഷെ നമ്മുടെ ബിസിനസിന്റെ ഐഡി കാർഡ് പലർക്കും ഇടാൻ ഒരു മടിയാണ് അല്ലെ? ഇപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കോടികൾ സമ്പാദിക്കണമെങ്കിൽ ഒരുപാട് വർഷം അവര് അവിടെ വർക്ക് ചെയ്യണം. പക്ഷെ നമ്മുടെ ബിസിനസ്സിലോ അല്ലെ? നമുക്കറിയാം 3 കൊല്ലം കൊണ്ട് കോടികൾ സമ്പാദിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ നമ്മളും എന്ത് ചെയ്യാ? നമ്മുടെ ഐഡി കാർഡിന് നമ്മളും വളരെയധികം എന്താണ് അഭിമാനത്തോടെ കഴുത്തിലിട്ട് നമ്മുടെ പ്ലാൻ ബുക്കിനൊക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിലോട്ട് പോകണം. ഇതൊക്കെ നമ്മുടെ സപ്പോർട്ടിങ് ടൂൾസ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഫോം ബുക്സ് അല്ലെ? നമ്മുടെ കയ്യിൽ നമ്മൾ പ്ലാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഫോം ബുക്സ് ഒക്കെ ഉണ്ടാവാം അല്ലെ? എന്താണ് അതിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ ജോയിനിങ് വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഇത്ര ആള് ജോയിനിങ് ആവാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബാഗിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും നമ്മൾ പുതുതായി വന്ന വ്യക്തികളോട് പറയാറുണ്ട് അല്ലെ? എന്താണ് ലിസ്റ്റ് ഉണ്ടാക്കുക, ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുക. അവരെ പുറകെ നമ്മൾ നടക്കാറുണ്ട് അല്ലെ? ഇത് ഉണ്ടാക്കുക എന്ന് വെച്ച്. അപ്പൊ പലരും എന്താണ് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്തിനാണത്? അതിൽ ലീഡറിന് എന്തെങ്കിലും ലാഭമുണ്ടോ? അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ അല്ല അല്ലെ? ഇതൊക്കെ നമ്മുടെ സപ്പോർട്ടിങ് ടൂൾസ് ആണ്. അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു നമ്മുടെ അണ്ടറിൽ വന്ന ഒരു പാർട്ട്ണറുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു പ്ലാൻ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടാവണം അല്ലെ? നെക്സ്റ്റ് വീട്ടിലേക്ക് എവിടെയാണ് പോകേണ്ടത്, ആർക്കാണ് പ്ലാൻ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ ലിസ്റ്റ് എന്താണ് മസ്റ്റ് ആണ് അല്ലെ? അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് വെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഉണ്ട് അല്ലെ? നമുക്ക് പറയാൻ നമ്മുടെ ഫിജിക്കാട്ടിൽ ഒരുപാട് റാങ്ക് അച്ചീവും ഒരുപാട് കാർ അച്ചീവും ഒരുപാട് ഫണ്ട് അച്ചീവും ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോസും ഫോട്ടോസും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഫോണിൽ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അല്ലെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബിസിനസ് നമുക്ക് വിജയിക്കണമെങ്കിൽ അല്ലെ? മുമ്പിലോട്ട് പോവണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. നമ്മുടെ ബാഗ് അല്ലെ? ബാഗ് എന്ന കിറ്റിൽ അല്ലെ? ഒരു ടീച്ചർക്ക് ഒരു സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ വേണം കുട്ടികളുടെ മുമ്പിൽ കാണിക്കാൻ നമുക്കറിയാം അല്ലെ? ബുക്കും പേന ഇതൊക്കെ വേണം. അതുപോലെ തന്നെ ബിസിനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മുമ്പിലോട്ട് നല്ല രീതിയിൽ പോവാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഐഡി കാർഡിന് ഇടാൻ അല്ലെ മടി കാണിച്ചാൽ പ്ലാൻ ബുക്ക് പലരുടെ മുമ്പിലും തുറക്കാൻ നാണക്കേടായ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും വിചാരിക്കാതെ ഇതൊക്കെ നമ്മൾ നമ്മുടെ ബാഗിൽ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ കാണാം അല്ലെ? മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണ് അല്ലെ? ഇപ്പൊ ഉദാഹരണത്തിന് അല്ലെ പലർക്കും അറിയില്ല. പലരും പറയാറുണ്ട് ഞാൻ കുറേ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണ്ടേ അല്ലെ? ഒരുപാട് ആൾക്കാരെ ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? ഈ 13ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരണ്ടേ? അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോ ചുവപ്പ് കളറുള്ള ഈ വ്യക്തി അല്ലെ? നിങ്ങൾ വിചാരിക്കുക നിങ്ങളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആശ എന്ന ഞാനാണ് ആ ചുവപ്പ് ഷർട്ട് ഇട്ടിട്ടുള്ള വ്യക്തി. ഞാൻ എന്ത് ചെയ്തു? 4 പേരെ കൊണ്ടുവന്നു അല്ലെ? 4 പേരുണ്ടല്ലോ അതിന്റെ അണ്ടറിൽ. 4 പേരെ ഞാൻ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ വ്യക്തി എ എന്ന് വിചാരിക്കുക, പിന്നത്തത് ബിയും സിയും ഡിയും അല്ലെ? അപ്പൊ എ എന്ന വ്യക്തി ഞാൻ കൊണ്ടുവന്ന ആശ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്ന എ എന്ന വ്യക്തി എന്ത് ചെയ്തു? നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? 3 പേരെ ആ വ്യക്തി കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബി എന്ന വ്യക്തി എത്ര പേര് കൊണ്ടുവന്നു? അവരും കൊണ്ടുവന്നു 3 പേരെ. അപ്പൊ സി എന്ന വ്യക്തിയോ? ആരെയും കൊണ്ടുവന്നില്ല അല്ലെ? എന്താണ്? പ്ലാൻ പഠിച്ചില്ല, 7am കയറിയില്ല, അതുപോലെ തന്നെ ഒരു ട്രെയിനിങ്ങിലും അറ്റൻഡ് ചെയ്യാതെ ആടെ തന്നെ നിൽക്കുകയാണ് അല്ലെ? ഇരുന്നോട്ടെ. ഡി എന്ന വ്യക്തിയോ? 4 പേരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്കിവിടെ അറിയാം ഞാൻ വെറും 4 പേരെ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ വ്യക്തികളും വർക്ക് ചെയ്യണമെന്നില്ല അല്ലെ? പലരും എന്താവും? വർക്ക് ചെയ്യാതെ മാറി നിൽക്കും
അല്ലെ? ചിലവരെന്ത് ചെയ്യും, ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ പ്ലാൻ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓടിച്ചാടി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ അതിന്റെ നെക്സ്റ്റ് ലെവൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? എ എന്ന വ്യക്തി കൊണ്ടുവന്ന ആള് വീണ്ടും 3 പേരെ കൊണ്ടുവന്നു. എ എന്ന് കൊണ്ടുവന്ന രണ്ടാമത്തെ വ്യക്തി ആളെ കൊണ്ടുവന്നില്ല അല്ലെ? പ്ലാൻ ഒന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് അല്ലെ? നമ്മള് എന്താണ്, എത്ര പേരെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം. പക്ഷെ മിനിമം 2 ജോയിനിങ് ആണ് പറയുന്നുള്ളത് അല്ലെ? ലെഫ്റ്റും റൈറ്റും. പക്ഷെ ഇതില് 4 പേരെ കൊണ്ടുവന്നു, 4 പേരും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അതാണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വൈ MLM വാസ് നെഗറ്റീവ് ഇൻ ദ പാസ്റ്റ് അല്ലെ? പണ്ട് കാലങ്ങളിൽ അല്ലെ MLM-നെ പറ്റിയിട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ? അതിന് കാരണം എന്താണ്? ശരിയായ ലീഗാലിറ്റി ഉണ്ടായിരുന്നില്ല നമുക്ക് അല്ലെ? പലരും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇത്ര എമൗണ്ട് അടച്ചാൽ അടുത്ത മാസമാകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡബിൾ ആക്കി തരാം, മണി ചെയിൻ അല്ലെ? ആ രീതിയിൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അല്ലെ? അതുപോലെ തന്നെ നോ പൊളിറ്റിക്കൽ സപ്പോർട്ട് അല്ലെ? പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നേ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇഗ്നോറൻസ് ഓഫ് MLM ഇൻഡസ്ട്രി. MLM ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് എന്താണ്, വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ? ശരിയായ പ്രോഡക്റ്റ് ഒന്നും നൽകുന്നില്ല, ഇത് മണി ചെയിൻ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താണ് പറഞ്ഞുകൊണ്ടുണ്ടായത് കൊണ്ട് മുൻകാലങ്ങളിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് എന്താണ് നമ്മൾ ഇപ്പൊ പറയുന്ന സമയത്തും അതേ മുൻകാലത്തെ എന്താണ് കാര്യങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ MLM-നെ പറ്റിയിട്ട് നെഗറ്റീവ് പറയുന്നുള്ളത്. കറന്റ് സിനാരിയോ അല്ലെ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിയായ ലീഗൽ സപ്പോർട്ട് ഉണ്ട് നമുക്ക് അല്ലെ? എല്ലാം നമുക്കറിയാം, നമ്മുടെ പ്ലാനിൽ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലെ? ശരിയായ ലീഗൽ സപ്പോർട്ട് ഉണ്ട്, ശരിയായ പ്രോഡക്റ്റ്, റൈറ്റ് പ്രോഡക്റ്റ്, ശരിയായ തുകയ്ക്ക് ശരിയായ പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? നല്ല നല്ല പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. അതും കൂടാതെ എന്താണ്, ടീച്ചിങ് ഇൻ കോളേജസ്, സ്കൂൾസ് അല്ലെ? കോളേജിലും സ്കൂൾസിലും ഒക്കെ ഇതിപ്പോ എന്തായിട്ടുണ്ട്, ഒരു അവര് ടീച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്താണ്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇത് ഏറ്റെടുത്ത് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കോമൺ മിസ്റ്റേക്സ് ബിഗിനേഴ്സ് മേക്ക് അല്ലെ? പുതുതായി വന്ന വ്യക്തികള് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? എന്താണത്? ലാക്ക് ഓഫ് നോളജ്, ഇതിനെ പറ്റി അറിവില്ലായ്മ അല്ലെ? ഫിജിക്കാട്ടിനെ പറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നുള്ളത് അല്ലെ? പിന്നെ എന്താണ്, നോട്ട് മേക്കിംഗ് ലിസ്റ്റ്. ഒരുപാട് ലിസ്റ്റ് ഉണ്ടാക്കണം എന്ന് നമ്മൾ എന്ത് പറയുന്നുണ്ട്, നമ്മുടെ അണ്ടറിൽ വന്ന വ്യക്തികളോട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ? എന്നാൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല, ലിസ്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പുതുതായി വന്ന വ്യക്തികൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്കാണ് നെഗറ്റീവ് കമന്റ്സ് അല്ലെ? ഒരുപാട് നമുക്കറിയാം, സ്റ്റാറ്റസ് ഇടുന്ന സമയത്തൊക്കെ പുതുതായി വന്ന വ്യക്തികൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യും, അവൻ എൻ്റെ സുഹൃത്തല്ലേ, അവര് പറഞ്ഞ കറക്റ്റ് ആണ്, ഇത് എന്താവും, പൊട്ടിപ്പോവും. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അവര് ജോയിൻ ചെയ്ത് അവർക്കൊന്നും കിട്ടിയില്ല. കാരണം എന്താണ്, അവര് ചിലപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാത്തവരായിരിക്കാം. അങ്ങനെ ഈ നെഗറ്റീവ് കമന്റ്സ് കേട്ട് അവരെന്ത് ചെയ്യും, അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. ഫിയർ ആൻഡ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ പേടി ഉണ്ടാവും അവർക്ക് അല്ലെ? ഞാനും ഇനി ഒരു വ്യക്തിനെ കൊണ്ടുവന്നാൽ അവരും എന്നെ ഇങ്ങനെയൊക്കെ പറയൂലേ, അവർക്കും നെഗറ്റീവ് കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരിക്കും. പിന്നെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ. ലീഡേഴ്സുമായി ഈ കാര്യങ്ങൾ പറയൂല അല്ലെ? എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട് എല്ലാവരും, അത് ശരിയാണോ എന്ന് നമ്മുടെ അപ്ലൈനിലോട് നമുക്ക് ചോദിക്കാം അല്ലെ? പക്ഷേ ചോദിക്കാത്തത് കൊണ്ടാണ് എന്താണ്, പുതുതായി വന്ന വ്യക്തികൾ ഇത് ചോദിക്കാറില്ല. അതാണ് അവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ ശ്രമിക്കണം, ലിസ്റ്റ് ഉണ്ടാക്കണം. നെഗറ്റീവ് കമന്റ് വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈനുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാം, അത് ശരിയാണോ എന്ന് ചോദിക്കാം. പിന്നെ നോട്ട് അറ്റൻഡ് ട്രെയിനിങ് അല്ലെ? എന്താണ്, ഒരുപാട് ട്രെയിനിങ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അതിലൊന്നും അറ്റൻഡ് ചെയ്യൂല
അല്ലെ? ഇപ്പൊ ബിസിനസ് ബൂസ്റ്റർ ഇന്നേക്ക് 31ാമത്തെ എപ്പിസോഡായി. അതിൽ പോലും ഒരെണ്ണത്തിൽ കയറാത്തവര് ഒരുപാടുണ്ടാവാം. അല്ലെ? അപ്പോ അങ്ങനെ എന്താണ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് എന്താണ് ചെയ്യുന്നില്ല. അത് ബിഗിനേഴ്സ് പുതുതായി വന്ന വ്യക്തികൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ ലേസി അല്ലെ? എപ്പോഴും ഒരു മടി അല്ലെ? അറ്റൻഡ് ചെയ്യാനും സോനിയമേൽ പറഞ്ഞാൽ സംസാരിക്കാനും ലിസ്റ്റ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പ്ലാൻ കൊടുക്കാനും ഇതൊക്കെ മടിയുള്ള ആൾക്കാർ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്താണ് നമ്മൾ എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ്. നോ കൺസിസ്റ്റൻസി അല്ലെ? എന്താണ് കൺസിസ്റ്റൻസി? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കണം അല്ലെ? 7am കാണുന്നുണ്ടെങ്കിൽ ദിവസവും അത് കാണുക. അതുപോലെ തന്നെ എല്ലാ BOPകളിൽ അറ്റൻഡ് ചെയ്യുക അല്ലെ? എല്ലാ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, ലിസ്റ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പ്ലാനും പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? നമുക്ക് ജോയിനിങ് വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അണ്ടറിൽ വന്ന വ്യക്തികളുടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് നിർത്താൻ പാടില്ല അല്ലെ? അപ്പൊ അങ്ങനെ അതില്ല. പുതുതായി വന്ന വ്യക്തികൾ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. നോട്ട് ഗീവിങ് പ്രസന്റേഷൻ. പുതുതായി വന്ന വ്യക്തി ഒരു പ്രസന്റേഷനും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ പുതുതായി വന്ന വ്യക്തികൾ ചെയ്യുന്ന എന്താണ് ഓരോ മിസ്റ്റേക്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാം അല്ലെ? നമ്മള് 8 സ്റ്റെപ്സ് ടു സക്സസ് അല്ലെ? നമ്മൾ സക്സസ് ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നറിയാം അല്ലെ? അപ്പൊ അതിൽ ഒന്നാണ് ലിസ്റ്റ് മേക്കിംഗ്. നിങ്ങൾക്ക് എപ്പോഴും എല്ലാവരും പറയുന്ന വാക്കാണ് ലിസ്റ്റ് മേക്ക് അല്ലെ? നമ്മുടെ ഫോണിലില്ല കോണ്ടാക്ട് എഴുതി വെക്ക് എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ എനിക്ക് സക്സസ് ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ലിസ്റ്റ് ചെയ്തേ പറ്റൂ അല്ലെ? പിന്നെ പറയാറുണ്ട് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം അല്ലെ? അപ്പൊ അതിൽ നിന്ന് അല്ലെ എന്റെ കൂടെ വരും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവാം അല്ലെ? അവരെ ഷോർട്ട് ലിസ്റ്റ് നമ്മൾ ചെയ്തേ പറ്റൂ, എഴുതിയേ പറ്റൂ അല്ലെ? ഇങ്ങനെയാണ് എന്താണ് സക്സസ് ഉണ്ടാവുക. 8 പോയിന്റ്സ് ഉണ്ട് അല്ലെ? സക്സസ് ആവാനുള്ള വഴിയാണ് ഇത്. പിന്നെ ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇന്നിപ്പോ അല്ലെ ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്. അപ്പൊ എന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ മകന്റെ കല്യാണം എന്ന് വെച്ചാൽ സ്കൂളിന്റെ അടുത്താണ്. അപ്പൊ ടീച്ചർ എന്നെ കാണുമ്പോ എപ്പോഴും പറയും, ആശേ എന്താണ് മകന്റെ കല്യാണമാണ്, വരണം അല്ലെ? ഇങ്ങനെ അപ്പൊ എപ്പോൾ ആ നല്ല സ്നേഹത്തോടെയാണ് പറയാറുള്ളത്. നല്ല ഇൻവിറ്റേഷൻ ആണ് അല്ലെ? സ്നേഹത്തോടെ പറയും, കത്ത് തരും. അപ്പൊ അതുപോലെ എന്നെ കാണുമ്പോ പറയും അല്ലെ, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, എന്തായാലും മറ്റന്നാ കല്യാണമാണ് ടീച്ചറെ, വരണം. അപ്പൊ നമുക്ക് എന്തായി, നമ്മളെ മനസ്സിൽ എത്ര പ്രാവശ്യം പറഞ്ഞു അല്ലെ, ഇനി പോവാതിരിക്കുന്ന ഇങ്ങനെ ശരിയല്ല അല്ലെ? അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ആ സ്നേഹം അല്ലെ, ഇൻവിറ്റേഷൻ തരുന്ന ആ രീതി, അല്ലാത്ത എന്താണ് ഫോണിലൊരു ഇതിന്റെ ഇൻവിറ്റേഷൻ കാർഡ് വിട്ട് അതിലൊരു മെസ്സേജ് വിട്ടാൽ അല്ലെ, മറ്റന്നാ മകന്റെ കല്യാണം ടീച്ചർ വരണം, അങ്ങനെ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാൻ തോന്നൂല. പക്ഷെ ഇതെന്താണ്, ടീച്ചർ കാണുമ്പോ പറയും, ഇതാ കല്യാണാണ്, വരണം, നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ? അത് നല്ല സ്നേഹത്തോടെയാണ് ആ ഇൻവിറ്റേഷൻ ടീച്ചർ എനിക്ക് തന്നിട്ടുള്ളത് അല്ലെ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ കല്യാണത്തിന് പോയി വന്നു എന്നുള്ളതാണ്. എത്ര വൈകിയാലും എനിക്ക് ആടെ എത്തണം എന്നുള്ള ആ ടീച്ചറോടുള്ള സ്നേഹം കൊണ്ട് അല്ലെ എന്ത് ചെയ്തു, അവിടെ നിന്നു, അവരോടൊപ്പം സംസാരിച്ചു വന്നു എന്നുള്ളതാണ്. അതാണ് ഇൻവിറ്റേഷൻ അല്ലെ? അതുപോലെ തന്നെയാണ് പ്രോപ്പർ ഇൻവിറ്റേഷൻ ഹാഫ് സെയിൽ എന്ന് പറയുന്നുണ്ട് അല്ലെ? ഹാഫ് സെയിൽ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയോട് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ആ ഹാഫ് സെയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ BOPയിലേക്ക് നമ്മൾ ക്ഷണിക്കുന്ന രീതി, അതായത് ഡിജിറ്റൽ ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ, നല്ല രീതിയിൽ അല്ലെ, ഒറ്റ പ്രാവശ്യം നമ്മൾ പറഞ്ഞെങ്കിൽ അവർ കയറണമെന്നില്ല അല്ല, കുറച്ച് അവരോട് നമ്മൾ സംസാരിച്ച് അല്ലെ, ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ട് വളരെയധികം സ്നേഹത്തോടെ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അവര് ഇതിലേക്ക് ജോയിൻ ചെയ്യൂ എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാൻ പ്രസന്റേഷൻ അല്ലെ, പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന രീതി
നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ പഠിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് സക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ പ്രസന്റേഷൻ പഠിക്കണം. അല്ലെ, നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എന്താണ് എന്നുള്ളത് നമുക്കറിയണം. അല്ലെ, എന്താണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്, എത്ര തരത്തിൽ വരുമാനം കിട്ടൂ, അല്ലെ, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് എന്തൊക്കെയാണ്, എന്താണ് എൻ്റെ കമ്പനിയുടെ പേര്, ആരാണ് ഇതിന്റെ ചെയർമാൻ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് പ്ലാൻ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിൽ സക്സസ് ആവണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ, അല്ലെ, പ്ലാൻ പ്രസന്റേഷൻ നമ്മൾ പഠിച്ചേ പറ്റൂ. പിന്നെ ഫോളോ അപ്പ് എന്നുള്ളതാണ്, അല്ലെ, ഫോളോ അപ്പ് മസ്റ്റ് ആണ്, അല്ലെ. നമ്മൾ ഇന്ന് പ്ലാൻ കൊടുത്തു, ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ അവരെ വിളിച്ച് എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ശരിയായ ഫോളോ അപ്പ് ആണോ? അല്ല, അല്ലെ. എന്ത് ചെയ്യണം? നമ്മൾ പ്ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെ. അപ്പോൾ എന്ത് ചെയ്യണം? 24 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോ അപ്പ് ചെയ്ത്, നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് അവരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ സക്സസ് ആവുകയുള്ളൂ. പിന്നെ ക്ലോസിംഗ് മെത്തഡ്, അല്ലെ, ഒരുപാട് ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളൊരു ഇത് ക്ലോസിംഗ് ചെയ്യേണ്ടത്, അല്ലെ, എമർജൻസി ക്രിയേറ്റ് ചെയ്യുക, അല്ലെ, അവർക്ക് മണി ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ. അവർ ക്യാഷ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്, സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ അവര് വീട്ടിൽ കുടുംബശ്രീ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം, കുടുംബശ്രീന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് ലോണൊക്കെ എടുത്ത് ഇതിൽ ജോയിൻ ചെയ്തൂടെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് അടക്കാലോ, ഇതിൽ ക്യാഷ് വരുന്ന സമയത്ത്. അങ്ങനെ അവർക്ക് ആ വഴികളൊക്കെ പറഞ്ഞു കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസിംഗ് ചെയ്യാം എന്നുള്ളതാണ്, അല്ലെ. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇതിൽ സക്സസ് ആവുകയുള്ളൂ, അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ. ഞാൻ പഠിച്ച കാര്യം എൻ്റെ താഴെ വന്ന ആളിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഡ്യൂപ്ലിക്കേഷൻ, അല്ലെ. ഇപ്പൊ ഞാൻ എൻ്റെ അണ്ടറിൽ ഒരു വ്യക്തി വന്നു എന്ന് വിചാരിക്കുക. ആ വ്യക്തിക്ക് ഞാൻ പ്ലാനും പഠിപ്പിക്കുന്നില്ല, 7am കയറ്റുന്നില്ല, അവരെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്തു, അവിടെ ഇരുത്തിയെന്ന് വിചാരിച്ചോളൂ. എന്നാൽ നമുക്കവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുമോ? ഇല്ല. 13ാമത്തെ റാങ്ക് വരെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും, അല്ലെ, എല്ലാ കാര്യങ്ങളും. അതിന് പകരം വന്ന ഒരു വ്യക്തിക്ക് ഞാൻ എന്താണോ പഠിച്ചത് അത് അതുപോലെ തന്നെ കൈമാറുക. ആദ്യത്തെ ഞാൻ സ്ലൈഡിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹൗ ടു മോൾഡ് എ ന്യൂ മെമ്പർ, അല്ലെ. അതൊക്കെ ഈ ഡ്യൂപ്ലിക്കേഷനിൽ വേണം, അല്ലെ. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് മസ്റ്റാണ്, അല്ലെ. ചിലവർ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത ആളെ തേടി പോകുന്നുണ്ട്, അല്ലെ. അവരും ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നില്ല, അതിനടുത്ത ആളെ തേടി പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ജോയിനിങ് വരുമായിരിക്കും, പക്ഷെ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ, അല്ലെ, നമ്മുടെ സബിത മാമിനെ കണക്ക് നമുക്കും എന്താണ് ഹോം ഫണ്ടൊക്കെ വാങ്ങണ്ടേ? അങ്ങനെ വാങ്ങാൻ പറ്റൂല, അല്ലെ. ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളത് മസ്റ്റാണ്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ വിജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അറ്റൻഡ് ഓൾ ട്രെയിനിങ്. എല്ലാ ട്രെയിനിങ്ങിലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ. ചെയ്തില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയൂല, അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റൻഡ് ദി ഓൾ ട്രെയിനിങ്, അല്ലെ. നമ്മൾ ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ, അല്ലെ, നമ്മൾ അങ്ങനെ തന്നെ ഇതിനെപ്പറ്റി പഠിക്കാതെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്താവുന്നുണ്ട്? എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രെയിനിങ്ങിലൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അറിവ് കിട്ടൂല എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം. അതാണ് ഇവിടെ പറയുന്നുള്ളത്. 8 സ്റ്റെപ്സ് ആണ് സക്സസ് ചെയ്യാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെ. ലിസ്റ്റ് മേക്കിംഗ്, ഷോർട്ട് ലിസ്റ്റ്, ഇൻവിറ്റേഷൻ, പ്ലാൻ പ്രസന്റേഷൻ, ഫോളോ അപ്പ്, ക്ലോസിംഗ്, ഡ്യൂപ്ലിക്കേഷൻ, അറ്റൻഡ് ഓൾ ട്രെയിനിങ്. ഇതാണ് ഈ 8 സ്റ്റെപ്സ്. ഇത് നമ്മൾ എന്തായാലും, അല്ലെ, ഈ ഫിജിക്കാട്ടിൽ നമ്മൾ ജോയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്, അല്ലെ. ഫോളോ അപ്പിൽ, അല്ലെ, കരയുന്ന കുഞ്ഞിനെ പാലില്ലു, അല്ലെ, പാലമ്മ കൊടുക്കുള്ളൂ, അല്ലെ. കരയാത്ത കുട്ടിക്ക് അമ്മ ഒരിക്കലും പാല് കൊടുക്കൂല. അപ്പൊ അതാണ് ഫോളോ അപ്പ്, അല്ലെ. നമ്മൾ അവരെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കുക. മുട്ടുവിൻ തുറക്കപ്പെടൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ.
നെക്സ്റ്റ്. ഇതാരാണ് സ്ക്രീനിൽ ഇങ്ങനെ വരച്ചത്? റീസൺസ് ടു ഫൈൽ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. സ്ക്രീനിൽ വരക്കുന്നത് ആരാണ്? ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലെ? നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ വിട്ടു പോവുക അല്ലെ? വേണ്ടവർ മാത്രമേ ഇരിക്കുക. റീസൺസ് ടു ഫൈൽ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫെയിൽ ആവാനുള്ള കാരണം എന്താണ്? നോ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് അല്ലെ? നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. ഇപ്പൊ നമ്മളൊരു പുറത്ത് കട വെച്ചിട്ട് 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഒരു കട സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം അല്ലെ? നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും. സ്ക്രീൻ ഒന്ന് കറക്റ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. റീസൺസ് ടു ഫൈൽ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫൈൽ ആവാനുള്ള കാരണം എന്താണ് അല്ലെ? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നോ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ്. ഇപ്പൊ നമ്മളൊരു പുറത്ത് കട വെച്ചെന്ന് വിചാരിക്കാം അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 5 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ആ കട വെച്ചതാണ്. നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവുമെന്ന് അല്ലെ? എന്റെ കയ്യിൽ അത്ര പൈസ ഞാൻ ചെലവഴിച്ചിട്ടാണ് ആ കട ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എപ്പോഴും ആ കട തുറന്ന് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് നല്ല നല്ല പ്രോഡക്റ്റ് കൊടുക്കണം അല്ലെ? എന്നൊക്കെ നമ്മൾ എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാവും അല്ലെ? നമുക്ക് ഈ ഫിജിക്കാട്ടിലോ ജസ്റ്റ് എന്റെ വീട്ടിലേക്ക് വേണ്ട ഞാൻ പർച്ചേസ് ചെയ്തു, അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതാണ് നമുക്ക് എന്താണ് ഒരു ടെൻഷൻ ഇല്ലാത്തത്. വിജയിച്ചെങ്കിലും ആ മതി, വിജയിച്ചില്ലെങ്കിലും എന്താണ് കുഴപ്പമില്ല എന്ന രീതിയിൽ നടക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനെ എന്താണ് സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാത്തത് അല്ലെ? ഫെയിൽ ആവാനുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫെയിൽ ആവാനുള്ള ഒരു കാരണമാണ് അത്. നോ ബോസ്. നമുക്ക് ബോസ് ഉണ്ടോ? ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്നുണ്ട് പറഞ്ഞു അല്ലെ? അപ്പൊ ആടെ 9:30 മണി എന്ന സമയത്ത് ഞാൻ എത്തില്ലെങ്കിൽ പഞ്ച് ചെയ്തില്ലെങ്കിൽ എനിക്ക് അന്ന് CL ആണ് അല്ലെ? എനിക്ക് അന്ന് സൈൻ ഇടാനില്ല, ക്യാഷ് ഇല്ല. അവിടെ ആരുണ്ട്? ബോസ് ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ശരിയായ ടൈമിന് ക്ലാസ്സിൽ എത്തില്ലെങ്കിലോ നാളെ മുതൽ നീ വരണ്ട അറിയും അല്ലെ? അപ്പൊ അതാണ് നമുക്ക് ഇതിലോ ഫിജിക്കാട്ടിലോ അല്ലെ? ബോസ് ഇല്ല. ലീഡർ പറയും ലിസ്റ്റ് ചെയ്യണം, ഇത്ര പ്ലാൻ കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ അത് ആരാണോ കേൾക്കുന്നുള്ളത് അവരെന്ത് ചെയ്യുന്നുണ്ട്? വിജയിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതില് നോ ബോസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പലരും എന്താവുന്നുള്ളത്? ഫെയിൽ ആവുന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നോ ടാർഗറ്റ്. നമുക്ക് ടാർഗറ്റ് ഉണ്ടോ? ഇല്ല അല്ലെ? ചില പുറത്തുള്ള കമ്പനികളിലൊക്കെ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? ടാർഗറ്റ് ഒക്കെ വെക്കുന്നുണ്ട് അല്ലെ? ഇത്ര മാസത്തിൽ ബാങ്കുകളിലൊക്കെ പലർക്കും ടാർഗറ്റ് ഉണ്ടാവാറുണ്ട് അല്ലെ? ഈ മാസം ഇത്ര ഡെപ്പോസിറ്റ് നീ ചെയ്യിപ്പിക്കണം കസ്റ്റമേഴ്സിൽ നിന്നും. നമുക്ക് അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഉറക്കമില്ലാതെ എന്ത് ചെയ്യും? ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓടും. അല്ലെങ്കിൽ എന്താവും? അവർക്ക് നാളെ ജോലി കിട്ടൂല, ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും അല്ലെ? നമുക്ക് ഇതിൽ അങ്ങനെ ഉണ്ടോ? ഇതിൽ അങ്ങനെ ഇല്ല അല്ലെ? ടാർഗറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് പലരും ഇതിനെ സീരിയസ് ആയിട്ട് കാണാത്തത്. എങ്ങനെയും അല്ലെ? വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട.
അപ്പൊ ആ രീതിയിൽ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടാണ് എന്താണ് ഇതിൽ ഫൈൽ ആവുന്നുള്ളത്. മിസ്യൂസിങ് ടൈം ഫ്രീഡം അല്ലെ, നമുക്ക് ഒരുപാട് ടൈം ഫ്രീഡം ഇതിൽ കിട്ടുന്നുണ്ട് അല്ലെ. ദിവസത്തിൽ എത്ര പ്ലാൻ വേണമെങ്കിലും കൊടുത്തില്ലെങ്കിലും എന്താണ് കുഴപ്പമില്ല, വേണ്ടത്ര ടൈം ഫ്രീഡം അല്ലെ. അതല്ലാത്ത എന്താണ് വീണ്ടും ആരോ വരക്കുന്നുണ്ടല്ലോ സ്ക്രീനിൽ. ഇപ്പോ എന്ത് ചെയ്യാൻ ടൈം ഫ്രീഡം അല്ലെ. അപ്പൊ അത് നമുക്ക് ഇതിൽ വേണ്ടത്ര ഉണ്ട്. അതും ഇതിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫയൽ ആവാനുള്ള ഒരു കാരണമാണ്. പിന്നെ നോ സീരിയസ് ഇല്ലായ്മ അല്ലെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സീരിയസ് ഇല്ലാത്തത് കൊണ്ടാണ് ഫയൽ ആവുന്നുള്ളത് അല്ലെ. അപ്പൊ അതാണ്. പിന്നെ നോ പേഷ്യൻസ് ഫോർ ടീം ബിൽഡ്. നമുക്കറിയാം, നമുക്കൊരു ടീം ഉണ്ടാക്കണമെങ്കിൽ നല്ലോണം പേഷ്യൻസ് വേണം അല്ലെ, ക്ഷമ വേണം അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നടക്കും ഒരു നല്ലൊരു ടീം ബിൽഡിങ് ആവുന്ന സമയത്ത് അല്ലെ. ആ ക്ഷമ ഇല്ലെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റൂല, നല്ലൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റൂല അല്ലെ. കാത്തിരുന്നാണ് നമ്മൾ നല്ലൊരു ടീമിനെ ഉണ്ടാക്കുന്നുള്ളത്. ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്തു നാളെ തന്നെ എനിക്ക് നല്ലൊരു ടീം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. എന്ത് ചെയ്യണം, ഒരുപാട് അല്ലെ കാത്തു നിൽക്കണം അല്ലെ. ഇന്ന് വന്ന വ്യക്തിനെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് പ്ലാനൊക്കെ പഠിച്ച് അവരെ അണ്ടറിൽ വന്ന വ്യക്തിനെ നല്ല രീതിയിൽ സംസാരിച്ച് അല്ലെ, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് എന്താണ് നല്ലൊരു ടീം ബിൽഡ് ആവുന്നുള്ളത്. അപ്പൊ അതിന് ക്ഷമ വേണം എന്നാണ് പറയുന്നുള്ളത്. അതില്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫെയിലാവും. നെവർ സ്റ്റഡി പ്രോപ്പർ സിസ്റ്റം. അതായത് നമുക്ക് ഇതിലൊരു പ്രോപ്പറായ സിസ്റ്റം ഉണ്ട് അല്ലെ. ആ സിസ്റ്റം നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ലയോ, നമ്മൾ ഫെയിലാവും. ആ സിസ്റ്റം നമ്മൾ പഠിക്കണം. എന്താണ് സിസ്റ്റം? ലിസ്റ്റ് മേക്കിങ്ങും പ്ലാൻ പ്രസന്റേഷൻ പഠിക്കലും അതുപോലെ തന്നെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കലും ഇതിനെ പറ്റി എല്ലാ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യലും അല്ലെ, ഇതൊക്കെയാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്താണ്, നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫെയിലാവും എന്നുള്ളതാണ് ആ 7ാമത്തെ പോയിന്റ് പറയുന്നുള്ളത്. പിന്നെ ചിലവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ഓൺ സ്റ്റൈൽ അല്ലെ. ഞാൻ ആര് പറഞ്ഞാലും കേൾക്കില്ല, ഞാൻ എന്താണ് എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കും അല്ലെ. ലീഡർ പറഞ്ഞാലും കേൾക്കില്ല, ഇനി ആരും പറഞ്ഞാലും കേൾക്കില്ല. അവരെന്താവുന്നുണ്ട്, ലാസ്റ്റ് ഫൈനലി അവസാനം അവര് ഫെയിലാവുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്റ്റൈൽ തന്നെ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ലീഡേഴ്സ് പറയുന്നത് കേട്ട് അനുസരിച്ചാൽ എന്താവും, നമുക്ക് നല്ല രീതിയിൽ തന്നെ മുമ്പിലോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫെയിലാവും എന്നാണ് ഈ 8 പോയിന്റ് പറയുന്നുള്ളത്. എന്താണ്? നോ ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ്, നോ ബോസ്, അങ്ങനെയുള്ള 8 കാര്യങ്ങളാണ് ആ ഒരു സ്ലൈഡിൽ പറയുന്നുള്ളത്. ഫെയിലാവാനുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നുള്ളത്. ഓക്കെ. റീസൺസ് ടു സക്സസ് ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെ. സക്സസ് ആവണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ ആവുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. ഇനി സക്സസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് മൈൻഡ് സെറ്റ് അല്ലെ. ഞാൻ ഫിജിക്കാർട്ടിൽ നല്ലൊരു തുക കൊടുത്ത് പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. ഞാൻ ഇതിൽ എത്രയോ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ല, എനിക്ക് വിജയിക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആവണം എന്നാണ് 1ാമത്തെ പോയിന്റിൽ പറയുന്നുള്ളത്. പിന്നെ സെൽഫ് അക്കൗണ്ടബിലിറ്റി അല്ലെ. അതായത് എന്റെ തോൽവിക്ക് കാരണം ഞാനാണ് അല്ലെ, ഞാൻ എവിടെയോ തെറ്റിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ എന്നെ വിലയിരുത്തണം. ക്ലിയർ ടാർഗറ്റ് അല്ലെ. നമുക്ക് നല്ലൊരു ടാർഗറ്റ് ഉണ്ടാവണം. ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് 5ാമത്തെ റാങ്കിലേക്ക് എത്തിയിരിക്കും, ഇന്നത്തെ ദിവസം ഞാൻ 13ാമത്തെ റാങ്കിൽ എത്തിയിരിക്കും. പിന്നെ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഓഫറൊക്കെ വരുന്നുണ്ട് അല്ലെ. ആ ടാർഗറ്റ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആവാൻ പറ്റും അല്ലെ. ഈസി ആയിട്ട് നമുക്ക് സക്സസ് ആവാൻ പറ്റും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ദുബായ് ട്രിപ്പ് വരുന്നുണ്ട്, മലേഷ്യ ട്രിപ്പ് വരുന്നുണ്ട്, കപ്പൽ, അങ്ങനെ 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 ഒരുപാട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്താൽ തന്നെ നമ്മൾ എന്താവും, സക്സസ് ആവും എന്നുള്ളതാണ്. പ്രോപ്പർ ടൈം മാനേജ്മെന്റ് അല്ലെ. ടൈം എന്നുള്ളത് അതിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം അല്ലെ. 7 മണിക്ക് ഞാൻ 7 AM കണ്ടു, 8 മണിയാകുമ്പോൾ ഇപ്പൊ ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, 8 മണിയാകുമ്പോൾ ഒരു ടൈം ടേബിൾ പോലെ അല്ലെ, ഇന്ന ഈ ദിവസം ഇന്ന് ആ ടീമിലേക്ക് ഞാൻ പ്ലാൻ കൊടുത്ത് ആടെ ഇന്ന് ഞാൻ ജോയിനിങ് കൊണ്ടുവരും എന്നുള്ള ആ രീതിയിൽ ടൈം മാനേജ്മെന്റ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. 100% സീരിയസ്നെസ് വേണം നമുക്ക് ഇതിൽ അല്ലെ. 5ാമത്തെ പോയിന്റ് പറയുന്നുള്ളത് 100% സീരിയസ്നെസ്സിനോട് കൂടി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും അല്ലെ സക്സസ് ആവും എന്നുള്ളതാണ്.
പേഷ്യൻസ് ഫോർ ടീം ബിൽഡിംഗ് അല്ലെ. ഫെയിലാവാനുള്ള കാരണം ടീം ബിൽഡിംഗ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ടീം ബിൽഡ് ചെയ്യാനുള്ള പേഷ്യൻസ് വേണം അല്ലെ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ടീം ഞാൻ ബിൽഡ് ചെയ്തിരിക്കും, നല്ലൊരു ടീമാക്കി മാറ്റിയിരിക്കും എന്നുള്ള ഒരു പേഷ്യൻസ്, ക്ഷമ നമുക്ക് വേണം എന്നുള്ളതാണ്. ഫോളോ പ്രോൺ സിസ്റ്റം അല്ലെ. നമുക്ക് കമ്പനിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം അനുസരിച്ച് മാത്രമേ പോവുക. അതല്ലാതെ എൻ്റെ ഓൺ സ്റ്റൈലിൽ അല്ലെ, എൻ്റെ സ്വന്തം സ്റ്റൈലിൽ ഞാൻ സിസ്റ്റം ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും എന്താവൂല, ഇത് സക്സസ് ആവൂല. അപ്പോൾ കമ്പനി പറയുന്ന പ്രകാരം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, മുമ്പിലോട്ട് പോവുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് സിസ്റ്റം നോട്ട് ഓൺ സ്റ്റൈൽ അല്ലെ. ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് നമ്മൾ ചെയ്തേ പറ്റൂ അല്ലെ. നമ്മൾ അണ്ടറിൽ വന്ന വ്യക്തിക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ പറ്റൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നാണ് ഈ 8ാമത്തെ പോയിന്റ് പറയുന്നുള്ളത്. നമ്മൾ നമ്മുടെ സ്വന്തം അല്ലെ സ്റ്റൈലിൽ നമ്മൾ മുമ്പിലോട്ട് പോവാൻ പാടില്ല എന്നുള്ളതാണ്. അടുത്ത സ്ലൈഡ്, ഡെയിലി ആൻഡ് വീക്ക്ലി മസ്റ്റ് ഡു അല്ലെ. ദിവസവും ആഴ്ചയിലും നമ്മൾ മസ്റ്റ് ആയിട്ട് അല്ലെ, തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. 5 പോയിന്റാണ് പറയുന്നുള്ളത് അല്ലെ. നമുക്ക് വിജയിക്കണോ, ഫിജിക്കാട്ട് വെറുതെ നമ്മളിങ്ങനെ ഏറ്റെടുത്തു അല്ലെ, എല്ലാവർക്കും 1 കോടി കിട്ടി, 50 ലക്ഷം കിട്ടി അല്ലെ, ആ ഫണ്ട് കിട്ടുന്നുണ്ട്, ഈ ഫണ്ട് കിട്ടുന്നുണ്ട്, എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലോ അവിടെ തന്നെ ഉണ്ടാവും അല്ലെ. നമ്മൾ ഇത് മസ്റ്റ് ഡു, ഇത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, പെർ ഡേ ഒരു ദിവസം 1 to 1 മീറ്റിംഗ്സ്, എന്താണ് 5 പ്ലാൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അത് കൊടുക്കുക പെർ ഡേ, ദിവസവും അല്ലെ 5 ആൾക്ക് പ്ലാൻ കൊടുക്കുക. പെർ വീക്ക് 2 ഹൗസ് മീറ്റിംഗ് അല്ലെ. ഹൗസ് മീറ്റിംഗിന്റെ റിസൾട്ട് വളരെയധികമാണ് അല്ലെ. അപ്പോൾ ഒരു വീക്കിൽ എന്ത് ചെയ്യുക, 2 ഹൗസ് മീറ്റിംഗ് സെറ്റ് ചെയ്യുക. ഫോളോ അപ്പ് ഡെയിലി 5 പീപ്പിൾ അല്ലെ. നമ്മൾ 5 ആൾക്കാരെ ദിവസവും ഫോളോ അപ്പ് ചെയ്യുക എന്നാണ് ഈ സ്ലൈഡിൽ പറയുന്നുള്ളത് അല്ലെ. ദിവസം 5 പ്ലാൻ കൊടുക്കുക, ആഴ്ചയിൽ 2 ഹൗസ് മീറ്റ് സംഘടിപ്പിക്കുക, ഫോളോ അപ്പ് കൊടുക്കുക, ഡെയിലി 5 പേരെ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫോക്കസ് ഡെയിലി ഇൻകം 2000 അല്ലെ. 2000 രൂപ എനിക്ക് ഇന്ന് കിട്ടിയേ മതിയാവും വിജികാട്ടിലൂടെ എന്നുള്ള ഒരു എന്താണ് പ്രോമിസ് അല്ലെ. അങ്ങനെ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്താലോ പെട്ടെന്ന് തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കും അല്ലെ. മന്ത്ലി ടാർഗറ്റ് അല്ലെ, മാസം 60,000 റുപ്യ എനിക്ക് വാങ്ങിയേ പറ്റൂ ഇതിലൂടെ അല്ലെ. പറ്റൂലേ അല്ലെ, ഇതിലൂടെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വാങ്ങുന്നുണ്ട് അല്ലെ. എനിക്ക് അങ്ങനെ വാങ്ങിയേ പറ്റൂ എന്ന് നമ്മൾ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച് വർക്ക് ചെയ്താൽ നമുക്ക് സക്സസ് പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നുള്ളത്. ഒരു ദിവസം 5 പ്ലാൻ പ്രസന്റേഷന്, ഒരാഴ്ച 2 ഹൗസ് മീറ്റിംഗ്, അതുപോലെ തന്നെ ഫോളോ അപ്പ് ഡെയിലി ചെയ്യണം 5 ആൾക്കാരെ. അതുപോലെ തന്നെ ഡെയിലി ഇൻകം അല്ലെ, എനിക്ക് 2000 രൂപ ദിവസം കിട്ടണം, മാസം എനിക്ക് 60,000 ഉണ്ടാക്കിയേ പറ്റൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വിജയം ലഭിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്, ഈക്വൽ ഇമ്പോർട്ടൻസ് ഫാമിലി പ്രൊഫഷൻ അല്ലെ. നമ്മൾ ചെയ്യാറുണ്ട്, എന്താണ് ഫിജിക്കാട്ടിൽ ജോയിൻ ചെയ്തു എന്നാ അല്ലെ, എവിടെയും വിടുന്നില്ല, എനിക്ക് എന്താണ് പ്ലാൻ പ്രസന്റേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ സപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഒരുപാട് നമുക്കറിയാം, നമ്മുടെ ടീമിൽ തന്നെ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് നമുക്കറിയാം അല്ലെ. നമുക്ക് ബിസിനസ് മാത്രം വിജയിച്ചാൽ മതിയോ, പോരാ അല്ലെ. ഫാമിലിയും ഒന്നിച്ച് വേണം. അപ്പൊ അത് ഒരേ ലെവലിൽ കൊണ്ടുപോവുക അല്ലെ. ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയും അല്ലെ, ശരിയായ സമയത്ത് ഫുഡ് കൊടുക്കൂല അല്ലെ, എപ്പോ നോക്കിയാലും ഫോണിൽ തന്നെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും, അതുപോലെ തന്നെ നാളത്തെ കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്നേഴ്സുമായി ഡിസ്കസ് ചെയ്യുക അല്ലെ, എപ്പോഴും വീഡിയോ കോളിലൂടെ നിങ്ങളെ പാർട്ട്നേഴ്സിനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയം. അപ്പൊ അതൊക്കെ അല്ലെ നിങ്ങളെ എന്താണ്, ഇപ്പൊ ഹസ്ബൻഡ് വർക്ക് ചെയ്ത് വരുന്ന സമയമായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ ആ സമയത്ത് മാറ്റി വെച്ച് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. ബാക്കിയുള്ള സമയം അല്ലെ, നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൊഫഷന്, നമ്മൾ ഫിജിക്കാട്ടിന്, നമ്മുടെ ബിസിനസ്സിന് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ടും ഒരുപോലെ അല്ലെ മുമ്പിലോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ എല്ലാവർക്കും അല്ലെ, നല്ല വീട്ടമ്മമാരാണ് കൂടുതൽ പറയാറുള്ളത് അല്ലെ, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഇല്ല. അത് എന്തുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടായിരിക്കാം അല്ലെ. നമ്മൾ ഇപ്പോൾ ചിലവരുണ്ടാവുക ഹസ്ബൻഡിനോട് സംസാരിക്കുകയില്ല, പാർട്ട്നേഴ്സിനോട് മാത്രം വിളിച്ച് സംസാരിക്കും. അപ്പൊ അവർക്കും ഉണ്ടാവൂലേ അവിടെ, അപ്പൊ അവർ പറയും നീ നിർത്തിക്കോ
അല്ലെ? എപ്പോൾ ഫോണിലാണ്. അപ്പോൾ അതിനുള്ള ഒരു കാരണമാണ്. അപ്പോൾ അവരും കുട്ടികളെയും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെ, ബിസിനസ്സിനും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോയാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെ, നമുക്ക് ക്യാഷ് ഒക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവര് മാറും എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഫാമിലിക്കും പ്രൊഫഷനും ഒരുപോലെ അല്ലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുമ്പിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു. പിന്നെ ഇതുവരെ അല്ലെ കേട്ടു നിന്ന ആൾക്കാർക്ക് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ലഭിച്ചു എന്നറിയില്ല. ഓക്കെ.